ദാവീദ് രാജാവിന്റെ വംശത്തിൽപ്പെട്ട യോവാക്കീമിന്റെയും അന്നയുടെയും മകളായി പരിശുദ്ധ മറിയം ജനിച്ചതായി യാക്കോബിന്റെ സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട്. മക്കളില്ലാതിരുന്നതുമൂലം ശബ്ദരായി കണക്കാക്കപ്പെട്ട ദൈവഭക്തരായ ആ ദമ്പതികളുടെ വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു മറിയത്തിന്റെ ജനനം. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയും ദൈവജനനിയാകാൻ നിയോഗിക്കപ്പെട്ടവളുമായ മറിയം ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവ പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് പരിരക്ഷിക്കപ്പെട്ടിരുന്നു. രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായി ജന്മപാപമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാൾ അവളുടെ അമലോത്ഭവ തിരുനാളിന്റെ 9 മാസങ്ങൾക്ക് ശേഷം ആചരിക്കുന്ന പതിവ് സഭയിൽ ക്രമേണ നിലവിൽ വന്നു. ദൈവത്തിന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ രക്ഷാകര പദ്ധതിയിൽ ഭാഗഭാക്കായതിലൂടെ മനുഷ്യവർഗം മുഴുവന്റെയും അമ്മയായി സ്ഥാനമേറ്റതിനാൽ അമ്മ മാതാവിന്റെ ജനന തിരുനാൾ അതീവ പ്രാധാന്യത്തോടെയാണ് സഭാമക്കൾ കൊണ്ടാടുന്നത്.